സനീഷ് കുമാർ ജോസഫ് UDF സ്ഥാനാർത്ഥിയായും ബിജു എസ് ചെറിയത്ത് LDF സ്ഥാനാർത്ഥിയായും മത്സരം കാഴ്ചവെക്കുന്ന ചാലക്കുടിയിൽ ഇത്തവണ മികച്ച മത്സരമാണ് നടന്നത്. വിജയം ഉറപ്പിച്ച് UDFും കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കുമെന്ന് LDFും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ NDA ഇവിടെ വലിയ വോട്ട് സമാഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാലക്കുടിയിൽ ഇത്തവണ പൊടിപാറുന്ന മത്സരമായിരുന്നു. സ്ഥാനാർത്ഥികളുടെ പ്രാദേശിക വികാരം വരെ ചർച്ചയായ മത്സരം. മത്സരാന്ത്യത്തിൽ വിജയം ആർക്കൊപ്പം നോക്കാം. വോട്ടെടുപ്പ് സമാപിച്ചതോടെ മണ്ഡലത്തിൽ ഇരുമുന്നണികളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ വിജയം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. അതേസമയം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് താൻ വിജയിക്കുമെന്ന ഉറച്ച നിലപാടിലാണ്. NDA സ്ഥാനാർത്ഥി ചാർലി പോൾ മണ്ഡലത്തിൽ നിർണായക ശക്തിയായി ഉയരുമെന്ന പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 1057 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സനീഷ് കുമാർ വിജയം നേടിയത്. അന്ന് മണ്ഡലത്തിന് പുതുമുഖമായിരുന്ന അദ്ദേഹം MLA ആയതിനു ശേഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ വലിയ സ്വീകാര്യത നേടുകയും ഇത് ഈ തിരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ വോട്ടായി മാറിയിട്ടുണ്ടെന്ന വിലയിരുത്തലിലാണ് പാർട്ടി. മറുവശത്ത് നാട്ടുകാരനായ സ്ഥാനാർത്ഥി എന്ന പരിഗണനയിൽ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് വിജയപ്രതീക്ഷയിലാണ്. LDF നഗരസഭാ കൗൺസിലറായ ദീർഘകാലം പ്രവർത്തിച്ച അനുഭവവും പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. LDF വോട്ട് ബാങ്കറിനൊപ്പം വ്യക്തിപരമായ സ്വാധീനവും സഹായകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഭരണവിരുദ്ധ വികാരവും ബിജു ചെറിയത്ത് കോൺഗ്രസിൽ നിന്ന് പാർട്ടി മാറിയതിനെ തുടർന്നുണ്ടായ അസന്തോഷവും മണ്ഡലത്തിൽ പ്രതികൂലമായി പ്രതിഫലിക്കാമെന്നാണ് UDF നേതാക്കളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വിജയം UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇതിനിടെ NDA സ്ഥാനാർത്ഥി ചാർലി പോൾ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ്. ത്രികോണ പോരാട്ടത്തിന്റെ സാഹചര്യത്തിൽ ചാലക്കുടി മണ്ഡലത്തിലെ ഫലം നിർണായകമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ചാലക്കുടിയിൽ വികസനം ചർച്ചയായോ? ചാലക്കുടിയിൽ രാഷ്ട്രീയം മാത്രം ചർച്ചയായോ? സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചോ? പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഫലം പോലെ തന്നെയാകുമോ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരമാണ് ഇനി അറിയേണ്ടത്. അതിനായി കാത്തിരിക്കാം. ക്യാമറമാൻ തോജോയോടൊപ്പം മാളവിക, മീഡിയ ടൈം.